ഇന്ത്യയിൽ ഭരണപക്ഷമാണോ പ്രതിപക്ഷത്തെ സൃഷ്ടിക്കുന്നത്? അങ്ങനെയെങ്കിൽ അവിടെ മൗനം പാലിക്കുന്ന ഇന്ത്യ സഖ്യ യോഗത്തിലെ പ്രധാന ചർച്ച എന്തായിരുന്നു? അത് നമ്മൾ കരുതിയതുപോലെ അംബാനിയോ അദാനിയോ ആയിരുന്നില്ല. മറിച്ച് രാജ്യത്തെ പ്രതിപക്ഷ സഖ്യത്തിൽ ഉയർന്ന പ്രധാന ആശങ്ക അവർ സ്വയം, അതായത് പ്രതിപക്ഷം ഇല്ലാതാവുന്നു അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നു എന്നു തന്നെയായിരുന്നു. ഭരണപക്ഷം തന്നെ പ്രതിപക്ഷത്തെയും സൃഷ്ടിക്കുന്ന അസാധാരണ രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന ആശങ്കയാണ് യോഗത്തിൽ പങ്കെടുത്ത പ്രധാന പാർട്ടികൾ പങ്കുവച്ചത്. എല്ലാ സംവിധാനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ കൈക്കുള്ളിലാക്കിയ സർക്കാർ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഇടം കൂടി കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്ന് ഇന്ത്യ സഖ്യം ആരോപിക്കുകയാണ്. ഇക്കൊല്ലം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലവും അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമാണ് പല നേതാക്കളെ പോലും ആശങ്കയിലെത്തിച്ചത്. ഭരണപക്ഷം കൂടുതൽ കരുത്ത് നേടുമ്പോൾ പ്രതിപക്ഷം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. മണി പവറും മസിൽ പവറും ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ BJP ഇല്ലായ്മ ചെയ്യുന്നുവെന്ന് പരാതിപ്പെട്ടവർക്കും അന്ത്യത്തിൽ പ്രതിപക്ഷത്തെ ഐക്യമില്ലായ്മയും ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. എന്തിന്, തമിഴ്നാട്ടിൽ സഖ്യം പൊളിഞ്ഞത് തന്നെ ഇതിന് മുഖ്യ ഉദാഹരണമാണ്. പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന ശബ്ദമായിരുന്ന DMKയെ അങ്ങനെ കൈവിട്ടത് ശരിയായില്ല എന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ പ്രവർത്തനത്തെ ഗൗരവമായി എടുക്കാത്തതിൽ കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനം തന്നെ വിവിധ പാർട്ടികളിൽ നിന്നുണ്ടായി. BJP എങ്ങനെയാണ് പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കുന്നത് എന്ന് ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണണമെന്ന് മുതിർന്ന നേതാക്കൾ പറഞ്ഞു. ഉദാഹരണത്തിന്, ബംഗാളിൽ മുഖ്യ പ്രതിപക്ഷത്തെ തന്നെ അടർത്തി മാറ്റി പ്രതിപക്ഷമാക്കി മാറ്റിയത് നിസാരമായി കാണരുത്. എന്നാൽ അവിടെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെ രാജ്യത്തെ ജനം പൂർണ്ണമായും കൈവിട്ടിട്ടില്ല എന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉദാഹരണത്തിന്, ബംഗാളിൽ BJP നേടിയത് 45.9% വോട്ടാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് 40.6% വോട്ടുണ്ട്. 5% വ്യത്യാസം. തൃണമൂലിനൊപ്പം കോൺഗ്രസും ഇടതു പാർട്ടികളും നേടിയ വോട്ട് കൂടി ചേർത്താൽ BJP നേടിയതിനേക്കാൾ മുകളിലാണ്. SIRലൂടെ വെട്ടിമാറ്റിയ വോട്ടുകളും പ്രതിപക്ഷത്തിൻ്റെതു തന്നെ. അസമിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയപ്പോൾ കേരളത്തിന് കോൺഗ്രസിന് ഇത് സാധ്യമായി എന്നതും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിലേക്ക് വന്നാൽ രണ്ട് ഘടകകക്ഷികളുടെ JDUവിൻ്റെയും TDPയുടെയും പിന്തുണയിലാണ് BJP ഭരിക്കുന്നത്. അതിനാൽ തന്നെ രാജ്യത്ത് പ്രതിപക്ഷം തീർത്തും ദുർബലമായി എന്ന വാദത്തെ ഇന്ത്യ സഖ്യം തള്ളുന്നു. മറ്റൊന്ന്, പ്രതിപക്ഷം കരുത്താർജിക്കാതിരിക്കാൻ അവരുടെ ഇടത്തേക്ക് ചില അരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബോധപൂർവം സൃഷ്ടിച്ചു വിടുന്നു എന്ന ചിന്ത പ്രധാന പാർട്ടികൾക്കുണ്ട്. അതായത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ശബ്ദം പ്രതിപക്ഷം എന്ന നിലയിൽ ഉയരാതിരിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളും മറ്റും ഉപയോഗിച്ച് സമാന്തര പ്രതിപക്ഷത്തെ ഭരണപക്ഷം തന്നെ സൃഷ്ടിക്കുന്നു എന്ന സംശയമാണ് സഖ്യത്തിനുള്ളത്. ഇതിനായി ഭരണസ്വാധീനവും പണവും വൻതോതിൽ ഉപയോഗിക്കുന്നു എന്നാണ് ഇന്ത്യ സഖ്യം കരുതുന്നത്. അതേസമയം ഇതെല്ലാം പറയുമ്പോഴും രാജ്യത്തെ ജനങ്ങളുടെ പൊള്ളുന്ന പ്രശ്നങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് കാര്യമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നത് യോഗം അംഗീകരിച്ചു. നീറ്റ്, CBSE വിഷയങ്ങൾ മുതൽ വിലക്കയറ്റം വരെയുള്ള കാര്യങ്ങളിൽ ഓരോ പാർട്ടിയും സ്വന്തം നിലയ്ക്ക് നടത്തുന്ന ചെറു സമരങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രതിപക്ഷ സഖ്യമെന്ന നിലയിൽ ഒരു സമരവും രാജ്യത്ത് ഉണ്ടായിട്ടില്ല. ഇതിന് ആരും മുൻകൈ എടുക്കുന്നുമില്ല. ഗൗരവമുള്ള ഈ വിഷയത്തെ ഇന്ത്യ സഖ്യം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നതാണ് രാജ്യം ഇനി കാത്തിരിക്കുന്നത്. പ്രതിപക്ഷം മരിച്ചാൽ പിന്നാലെ ജനാധിപത്യവും അവസാനിക്കും. വിയോജിപ്പുകളും എതിർ ശബ്ദങ്ങളും ശക്തമായി ഉയരുന്നില്ലെങ്കിൽ ഭരണപക്ഷം, അത് ഏത് കക്ഷിയായാലും ഏകാധിപത്യത്തിലേക്ക് പോവും. ഓർക്കുക, വർത്തമാന ലോകത്ത് ഏതാണ്ട് എല്ലാ ഏകാധിപതികളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പാക്കുക, ജനങ്ങളുടെ ആശങ്കകളും പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടുക, അവ പൊതുസമൂഹത്തിന്റെ ചർച്ചാ വിഷയമാക്കുക തുടങ്ങിയവയെല്ലാം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യ സഖ്യം അധികം വൈകാതെ ചരിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞു.